ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മളിവിടെ കായ ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു പരീക്ഷണമായിട്ടെന്നുള്ള രീതിയിലല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ട് രീതിയിൽ നമ്മൾ കായ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടും ഒന്ന് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാതെ. അപ്പോൾ രണ്ടും അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് അല്ല എന്താണ് ചേഞ്ചസ് എന്നൊക്കെ നമുക്കത് നോക്കിയാലോ. നല്ല മൂത്ത പച്ചക്കായ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടേ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കങ്ങ് കളഞ്ഞെടുക്കണം. ഇപ്പോൾ കായ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കറ കളയാൻ നമ്മൾ സാധാരണ നല്ല വെള്ളം എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം തന്നെയാണ്. അതില്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലായാലും കായ ഇട്ട് വെച്ചാൽ മതി. ഇനി ഒന്ന് കഴുകിയിട്ട് നമുക്കിത് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. അപ്പോൾ മാക്സിമം ഇനി ഇത് കനം കുറഞ്ഞങ്ങ് അരിഞ്ഞെടുക്കണം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ കനം കുറഞ്ഞ് അരിഞ്ഞതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഈ രീതിയിൽ കട്ട് ചെയ്യാനും വളരെ എളുപ്പം തന്നെയാണ്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല. വേഗം നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ നേർമയിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടേ. കംപ്ലീറ്റിന് അതുപോലെ തന്നെ മുറിച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറും. അപ്പോൾ ബജ്ജി ഉണ്ടാക്കാനുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം കടലപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ടേ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണേ. പിന്നെ അതുപോലെ മുളക് പൊടി, ഇത് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവും അതുപോലെ കളറും തന്നെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും എക്സ്ട്രാ ഫ്ലേവർ തരുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബാറ്റർ. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടി തന്നെ ബാറ്റർ വേണം കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ പഴംപൊരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അത്യാവശ്യം കട്ടിയിൽ വേണം, കാരണം എന്നാലേ ആ കായ്ക്ക് അത് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. അപ്പം നമ്മൾ കായ ഇനി ഇതിൽ മുക്കിയെടുക്കുന്ന സമയത്തും ഇതുപോലെ നമുക്ക് പിടിച്ച് കിട്ടണം. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ. അധികം ലൂസും അല്ല അധികം കട്ടിയും അല്ല. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമ്മളിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് 2 പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലല്ല, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ തട്ടുകടയിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഈ ഒരു ബജ്ജി നമുക്ക് ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് ഉണ്ടാക്കി തരുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ വെച്ചിട്ടും അതുപോലെ ബേക്കിംഗ് സോഡ ഇടാതെയും നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാറ്റർ 2 പാത്രത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊന്നിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇത് രണ്ടിലും ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏതിനാണ് സോഫ്റ്റ്നെസ് കൂടുതൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായ നമ്മളെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ബേക്കിംഗ് സോഡ ഇടാത്ത ബാറ്ററിൽ കായ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതാക്കുന്ന സമയം കൊണ്ട് ബേക്കിംഗ് സോഡ ഒരു 5 മിനിറ്റ് റെസ്റ്റിനും കിട്ടുമല്ലോ. കാരണം ബേക്കിംഗ് സോഡ ഇട്ടപാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് സമയം എന്തായാലും റെസ്റ്റ് വേണം അതിന്, ആ ഒരു മാവിന്. അപ്പോൾ ആ ടൈമിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഇടാത്ത ബാറ്റർ വെച്ചിട്ടുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടുത്ത് നമുക്കിനി ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ള മാവിലേക്ക് കായ ചേർത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ 2 രീതിയിൽ കായ ബജ്ജി കംപ്ലീറ്റ് നമ്മൾ ഫ്രൈ ചെയ്തിങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, കളറിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ വെച്ചിട്ടുള്ള നമ്മുടെ കായ ബജ്ജി നല്ല ക്രിസ്പിയാണ്. അതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു കളറും അങ്ങോട്ട് തരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വെറുതെ അല്ല ഈ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നല്ല അടിപൊളിയാണ് ഈ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇപ്പോൾ ചേർക്കാത്ത ഈ ഒരു നമ്മുടെ ബജ്ജിയും
കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതത്ര എന്താ പറയുക പൊങ്ങി വന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ബജ്ജീസിൻ്റെ ടേസ്റ്റ് ഒന്നല്ല, ഒരു നോർമൽ പച്ചക്കായയുടെ ഒരു ടേസ്റ്റ് മാത്രമാണ്. അപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ബെറ്റർ ഓപ്ഷൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ള നമ്മുടെ കായ ബജ്ജി തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലയെന്നാണെങ്കിൽ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.